പെരുന്നാളിനും വിഷു കൂടി ചെയ്യണിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യണേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് സിംഗിൾ മച്ചാൻ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈദ് മുബാറക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തത് തന്നെ. അത് ഇന്ന് പെരുന്നാളിന് കുറേ പ്ലാനിങ് ഒക്കെ ചെയ്ത് കുറേ വീഡിയോ സെറ്റാക്കണമെന്ന് പറഞ്ഞ് ഇന്നപ്പോഴാണ് അത് വീഡിയോ എടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പെരുന്നാളെന്ന് പറയുന്ന വാർത്തയുണ്ട്. അത്രക്കും ഒരു ഇതായി പോയി ഗൈസ്. സംഭവം നോമ്പ് പോയത് പറഞ്ഞില്ല, പെരുന്നാളായത് പറഞ്ഞില്ല. എന്തായാലും വീട്ടിൽ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പോയി കഴിക്കണം. എന്തായാലും നിങ്ങളുടെ പെരുന്നാൾ വിശേഷമൊക്കെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ സ്പോട്ടിലിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പിക്ക് എടുക്കാനാണ്. നിങ്ങളിപ്പോൾ പിക്ക് പോയി നോക്കണമെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഹൈലൈറ്റ് കിടക്കുന്നുണ്ടാവും, അത് പോയി കാണുക. ഈ പിക്ക് പ്ലീസ്, നല്ല വൈബല്ലേ. ഞാൻ അങ്ങോട്ട് നടന്ന് കാണിച്ചു തരാം. ഓക്കെ എടാ പോയടാ, നടക്കട്ടാ പോടാ. ഓഫാക്കില്ലേട്ടാ. എടാ നിനക്ക് എന്തിൻ്റെ കുഴപ്പമാടാ ഗൈസ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ഫോൺ എടുത്തുകൊണ്ടേ ഞാൻ ഈ പ്ലേസ് കാണിച്ചിട്ട് കണ്ട ഇത് കണ്ടു വൈബാണ് ഗൈസ്. ഇതാണ് എൻ്റെ പെരുന്നാൾക്കൊടി, ഞങ്ങളുടെ പെരുന്നാൾക്കൊടി ഇങ്ങനെയുണ്ട് ഗൈസ്. വൈബല്ലേ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ ഇതിൽ കൂടി ഇങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ എന്ത് രസമാണെന്നറിയോ. ഇനി ഇന്ന് വീട്ടിൽ ചെന്ന ഒരു നല്ലൊരു ചിക്കൻ ബിരിയാണി തിന്ന് കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയോ. പിന്നെ ഈ സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെരുന്നാളൊന്നും മനസ്സിൽ പോലും കണ്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഇന്നലെ ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും കൂടി ഇപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ അത് വ്ളോഗ് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നാളത്തേക്കുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൂടെ ആയില്ല, എന്താണ്ട് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും വാർത്ത വന്നാണ് നാളെ പെരുന്നാളാന്ന് പറഞ്ഞു. എൻ്റെ പുണ്യ സങ്കിടിഞ്ഞു പോയി. ഈ ഡ്രസ്സ് പോലും ലെവലായിട്ട് ആ മൊണ്ണയായിട്ട് ഈ ഡ്രസ്സ് പോലും രാത്രി 1 മണിക്കാണ് പോയി എടുത്ത കേസ്. അത് ചിന്തിക്കണം. രാത്രി 1 മണിക്ക് തെണ്ടി കറന്ന് ഉള്ള കട മൊത്തം കയറി ഇറങ്ങി ലാസ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് ഇത്. ഈ സാധനം, ഈ വാച്ച് എൻ്റെ ക്ലാസ്സിലുള്ള വണ്ടിയാണ്, ഈ ഷൂ എൻ്റെ ക്ലാസ്സിലുള്ള വണ്ടിയാണ്. അതാണ് വേറെ ബാക്കിയെല്ലാം എൻ്റെയാണ്, വേറെ പിടിക്കുന്നത്. ഗൈസ് ഇന്ന് പെരുന്നാളായിട്ട് പ്രത്യേകിച്ച് പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് ഒരു ചെറിയൊരു പണി ഇതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വൈകിട്ട് ചെയ്യാം. സബീല വൈകിട്ട് പടക്കം വാങ്ങണോട്ടാ, ഞാൻ ഫണ്ട് എടുക്കാം. അതുമേ തൊട്ടുള്ള കളി വേണ്ട. വൈകിട്ട് നമ്മൾ പടക്കം വെച്ച് പൊട്ടിക്കാൻ പോകുന്നത് സെറ്റ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാൾ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം ഗൈസ്. അതായത് നമുക്ക് കുറേ തീർക്കാനുണ്ട്. ഇനി ഒന്നിട്ട് തീർക്കും, സെറ്റാക്കും, നമ്മൾ വൈബാക്കും. വണ്ടി ഗൈസ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് വന്നു, നേരെ ഒരു നല്ല ചൂട് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറി വന്ന് നിൽക്കണ കോലമാണ് ഗൈസ്. അതേ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് പിക്കെടുക്കാൻ വേറെ സ്ഥലം ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അരുവി പോലെ അങ്ങോട്ട് പോകുന്നു. അപ്പം നേരെ അവിടെ പോയി ഒരു പിക്കെടുത്ത് സെറ്റ് ഇപ്പോൾ സ്റ്റോറി ഇട്ട് നേരെ ഹൈലൈറ്റ്, നിങ്ങൾക്കിപ്പോൾ അത് കണ്ടെങ്കിൽ ഇപ്പം നേരെ ഹൈലൈറ്റ് കിടക്കുന്നുണ്ടാവും, മീ എന്ന് പറഞ്ഞ ഹൈലൈറ്റിൽ. സോ ഗീസ് ഇപ്പം മനസ്സ് നിറഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഉറക്കം വേണമെന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നാളെ ദിവസത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി. നല്ല വെയിൽ ഗീസ്, വെയിലത്തുനിന്ന് വേർക്കും, അതുകൊണ്ട് അധികം നിൽക്കല്ല, നമുക്ക് വെള്ളം കുടിക്കാം. വാട്ട് നൈസ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, എൻ്റെ 2-3 വീഡിയോസിലൊക്കെ ഞാൻ ഒരു മതിലിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കണ പോലെ എല്ലാവരും ചോദിച്ചിരുന്നു, എടാ അത് അവിടെ പ്ലീസ് അടിപൊളിയാലോന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ സത്യം പറയുകയാണെങ്കിൽ അത് മതിലല്ല കേസ്, ഇതാണ് സ്ഥലം. അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഈ മാവിൻ്റെ കൊമ്പ് അങ്ങോട്ട് പോകുമ്പോൾ ഞാനിത് ഇങ്ങോട്ടേക്ക് ചെരിച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു സെറ്റപ്പ് ആക്കി. പിന്നെ ഇവിടെ ഈ സ്റ്റാൻഡില്ലേ, ഈ ട്രൈപ്പോഡ് മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ആക്കിയത്. സംഭവം നൈസായിരുന്നു, അടിപൊളിയായിട്ടത്.
അപ്പം ഇത് ആരൊന്നും വിചാരിക്കും ഇതെൻ്റെ വീടിൻ്റെ വാർക്കമോളാണ്. ഇതെന്തുട്ടാ മതിലല്ല ഗീസ്, മതിലില്ല. അപ്പം ഇനി എന്തായാലും വൈകിട്ട് കാണാം, കുറേ വലിച്ചു നീട്ടുള്ള. സോ വൈകിട്ടാണോ ഫോണിൽ ചാർജ് ചെയ്ത വീഡിയോസ് പഠനം. ഇപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസമായി, പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസമായി. കാരണം അന്നത്തെ വീഡിയോ എൻ്റെ ആക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ മന്തി കഴിക്കാൻ പോകണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ ലാസ്റ്റ് പടക്കം വാങ്ങിച്ച് തീർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അന്ന് പടക്കം വാങ്ങിച്ചു, പക്ഷെ പൊട്ടിച്ചില്ല. അതാണ് മെയിനായിട്ട് സംഭവം. ഇപ്പം ഇന്ന് വിഷുവാണ്, ഇന്ന് വിഷുവായിട്ട് ഇന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കും. അതായത് പെരുന്നാളിലും വിഷു കൂടി ചേർന്നിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യണേ. കാരണം അന്ന് രാത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ ടീംസ്, അതായത് സബീല അവന്മാരൊക്കെ എല്ലാവരും ചേർന്ന് മന്തി കഴിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷേ എക്കെണ്ണ ഒരിഞ്ഞ് മാറി, എൽക്കെണ്ണ മൂത്തുമാടൊക്കെ വീട്ടിൽ പോയി എല്ലാം ഷോക്കാക്കി. പിന്നെ അതുകൊണ്ട് ആ ഒരു മൈൻഡും പോയി, വീഡിയോ എടുക്കാനുള്ള മൈൻഡ് പോയി. ഞാനാണെങ്കിൽ 2 ദിവസത്തേക്ക് സൂക്ഷിച്ചു, ഞായറാഴ്ച വിഷു ആണല്ലേ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് സെറ്റാക്കി പടക്കം കേസ്. അതായത് ഓലപ്പടക്കം മാത്രമേ ഉള്ളൂ, ബാക്കി മറ്റേത് ഞങ്ങൾ വാഗമണ്ണിൽ പോയി. പെരുന്നാൾ കഴിഞ്ഞിട്ട് വാഗമണ്ണിൽ പോയി. അപ്പോൾ അതിൻ്റെ മുകളിൽ പാറയുടെ മുകളിൽ വെച്ചിട്ട് മറ്റേ റോക്കറ്റ് കത്തിച്ചില്ല പൊന്നോ. അതാണ് പറയുക, അതിൻ്റെ വീഡിയോ പറയാൻ കിടക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വരും. കണ്ട ഈ സാമാനം നമ്മൾ ഇന്ന് പൊട്ടിച്ചൊന്ന് തീർക്കാൻ പോണേ. ആരെന്ത് പറയുമെന്ന് എനിക്കറിയാം, നമ്മുടെ ചുറ്റിന് വീട്ടുകാരുണ്ട്. എന്തായാലും ചീത്ത വരുമ്പോൾ കേൾക്കാം. അണ്ടർസ്റ്റാൻഡ് വിത്ത് മീ അല്ലടാ. പൊടി പോലും വീഴില്ല. നല്ല ശബ്ദം, നല്ല ശബ്ദം. വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും കൂടി ഹാപ്പി വിഷു. എടാ നീ ഇവനെന്താ ബാക്കിലേക്ക് വലിച്ചോണേ. ചീറ്റി തിരി കുറച്ച് നീക്കിക്കളാം മന മണ്ടൂസേ ഒക്കെ കയ്യിൽ നിന്ന് പൊട്ടി. ഞാനല്ലാട്ട് ഉത്തരവാദി. എടാ നീ എന്തോ കാട്ടണേ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാൻ. മോനെന്നാ മിണ്ടാണ്ടി കയ്യിലിങ്ങനെ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. ഇത് ഏതാ സ്ഥലം? അപ്പൊ കുപ്പി പൊട്ടിക്കാൻ പോവാണ്. അതൊരു പൊട്ടൻ ഇർഫാനാണ് പൊട്ടിക്കാൻ പോണത്. ഇർഫാൻ ഇവിടെ വരെ തെറിച്ചു. സമയം കുപ്പി നമ്മുടെ സിംഗിൾ മച്ചാണ് കടിക്കാൻ പോണ. അവിടെ തിരിയാണുണ്ട് പൊട്ടും. മണ്ണ് കൊഴിഞ്ഞു വേടാ തെണ്ടി. അത് ഇന്നലത്തെ വിഷുവിടെ തീർത്തു, ഇത് വർക്കിനും തീർത്ത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇടിച്ചിടിച്ച് പിടിച്ച് വന്ന ഗൈസ്.